iOS 17-ൽ ഏറ്റവും പുതിയ വരുന്ന മെയിൻ അപ്ഡേറ്റ് ആണ് iOS 17.5. അതും ഈ അപ്ഡേറ്റ് നമുക്ക് അടുത്ത ആഴ്ച പബ്ലിക് റിലീസ് വരേണ്ടതാണ്. അതായത് ഒരു മെയ് 13-നൊക്കെ ഇതിൻ്റെ പബ്ലിക് റിലീസ് വരേണ്ടതാണ്. അതും ഇതിൻ്റെ ബീറ്റ വേർഷൻ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഇതിൻ്റെ ബീറ്റ വേർഷൻ ടെസ്റ്റ് ചെയ്യാൻ തന്നെ ഇപ്പം നമുക്ക് ഗൂഗിൾ മാസ്റ്റർ അല്ലെങ്കിൽ ഫൈനൽ വേർഷൻ കിട്ടിയിട്ടുണ്ട്. അതും ഈ വേർഷൻ വന്നതിനകത്ത് നമുക്ക് ഒരുപാട് വലിയ മേജർ ഫീച്ചർ ചേഞ്ചസോ അല്ലെങ്കിൽ ഫീച്ചർ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ ചില കാര്യങ്ങളിനകത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതും ഈ ഒരു അപ്ഡേറ്റിനകത്ത് ഈ പുതിയതായിട്ട് വന്നേക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ എങ്ങനെയുണ്ട്, അതുകൂടാതെ ബാറ്ററി ബാക്കപ്പും പിന്നെ ഫോണിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അത് നമുക്ക് ആദ്യം തന്നെ പുതിയ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സിനകത്ത് തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു വാൾപേപ്പർ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വാൾപേപ്പർ സെക്ഷനിൽ പോയിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് പ്രൈഡ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്താണ് പുതിയ വാൾപേപ്പർ വന്നേക്കുന്നത്. അതും പ്രൈഡ് സെക്ഷനകത്ത് തന്നെ ഇത് കാണാൻ പറ്റും. പ്രൈഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാൾപേപ്പറാണ് കിട്ടിയേക്കുന്നത്. അത് പല കളർ ഓപ്ഷനിലാണ് വന്നേക്കുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് തന്നെ നമ്മൾ ഈ വാൾപേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോക്ക് സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ എല്ലാ സമയത്തും ആ പ്രൈഡ് എന്നുള്ളൊരു വലിയ ഫ്ലൈറ്റിംഗ് അല്ല കാണിക്കുന്നത്. അതിന് പകരം ഇതിൻ്റെ ചില പോർഷനായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ ഒരു ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് ഈ വാൾപേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അൺലോക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ അതൊരു ആനിമേഷൻ രീതിയിലാണ് വരുന്നത്. അതായത് ഒരു പ്രത്യേക ഒരു ആനിമേഷൻ രീതിയിലേക്കാണ് അൺലോക്കായി നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ഈ പ്രൈഡ് എന്നുള്ളൊരു വാൾപേപ്പറാണ്. അതും ഞാൻ പറഞ്ഞില്ലേ പല കളർ ഓപ്ഷനിലാണ് കിട്ടിയിരിക്കുന്നത്. അത് അതിൻ്റെ കൂടെ തന്നെ അൺലോക്ക് ചെയ്യുമ്പം ഒരു ആനിമേഷൻ കൂടെ വരുന്നൊരു വാൾപേപ്പറാണിത്. ഇതാണ് ആദ്യത്തെ ഫീച്ചർ. ഇത് കഴിഞ്ഞ് അടുത്ത ഫീച്ചർ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് പറയുന്നത് പോഡ്കാസ്റ്റ് ആപ്പിനകത്താണ്. അതായത് പോഡ്കാസ്റ്റ് ആപ്പിനകത്ത് വിഡ്ജറ്റിനകത്താണ് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റുന്നത്. നമ്മൾ പോഡ്കാസ്റ്റ് ആപ്പിനകത്ത് തന്നെ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യുവാണെങ്കിൽ ആ പോഡ്കാസ്റ്റിന് ഒരു ആൽബം ആർട്ട് ഉണ്ടെങ്കിൽ, അതായത് ഒരു കളർ തീം ഉണ്ടെങ്കിൽ, ആ ഒരു ആൽബം ആർട്ടിന് ഒരു കളർ തീം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേ ചെയ്യുന്ന പോഡ്കാസ്റ്റിൻ്റെ ആ കളർ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിഡ്ജറ്റ് മാറും. അതായത് പോഡ്കാസ്റ്റ് വിഡ്ജറ്റ് മാറും. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ആ വിഡ്ജറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് പോഡ്കാസ്റ്റാണ് പ്ലേ എന്നുള്ള കാര്യം എളുപ്പത്തിൽ തന്നെ മനസ്സിലാവാനും പറ്റും. ഇനി തന്നെ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ വിഡ്ജറ്റ് വന്ന മാറ്റത്തിനൊപ്പം തന്നെ നമ്മൾ സ്പോട്ട്ലൈറ്റ് സെർച്ചിലേക്ക് പോയിട്ട് അവിടെ പോഡ്കാസ്റ്റിന് സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിനകത്തൊരു കാര്യം കാണാൻ പറ്റും. അതായത് നമുക്ക് പോഡ്കാസ്റ്റ് എന്നുള്ള ആപ്പ് കാണിക്കുന്നതിലൂടെ തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് പ്ലേ ചെയ്ത പോഡ്കാസ്റ്റ് ഏതാണോ, 3 പോഡ്കാസ്റ്റ് ഏതാണോ ആ ഒരു കാര്യങ്ങളവിടെ കാണിക്കും. അത് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ അത് വീണ്ടും പ്ലേ ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾ ആ പോഡ്കാസ്റ്റ് ആപ്പിൽ തന്നെ കയറി പ്ലേ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് പ്ലേ ചെയ്തൊരു കാര്യം ഡയറക്റ്റ്ലി സ്പോട്ട്ലൈറ്റ് സെർച്ചിൽ തന്നെ പ്ലേ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് പോഡ്കാസ്റ്റ് ആപ്പിൽ വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്ത വന്നേക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂസ് ആപ്പിനകത്താണ്. അതായത് ആപ്പിളിൻ്റെ ന്യൂസ് ആപ്പിനകത്താണ്. അത് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് യുഎസും കാനഡയിലും മാത്രം കിട്ടുന്നൊരു അപ്ഡേറ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ന്യൂസ് ആപ്പിനകത്ത് നിങ്ങൾ ആപ്പിൾ ന്യൂസ് പ്ലസ് സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു പുതിയൊരു പസിൽ ഗെയിം കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ആപ്പിൾ ന്യൂസ് ആപ്പിനകത്ത് ഫോളോ എന്നുള്ള സെക്ഷനകത്ത് പസിൽ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തൊരു താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർട്ടൈൽസ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത്. അതും ഇതൊരു പസിൽ ഗെയിമാണ്. പക്ഷേ ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ആപ്പിൾ ന്യൂസ് പ്ലസ് സബ്സ്ക്രൈബർ ആയിരിക്കണം. ഇതാണ് നമുക്ക് ആപ്പിൾ ന്യൂസിനകത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിലാണ്, അതായത് യൂറോപ്യൻ യൂണിയനിലാണ്. അതായത് നമുക്ക് സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം മുമ്പേ വന്നതാണ്. പക്ഷേ ഇപ്പം ഇവർ പുതിയൊരു കാര്യം കൂടെ അൺലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വെബ് വഴിയും സൈഡ് ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡെവലപ്പർ അവരുടെ ആപ്പ് വെബ് വഴി നമുക്ക് വെബ് സർവീസ് വഴി അവർക്ക് ആ ഒരു ആപ്പ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആപ്പ് സൈഡ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അവൈലബിൾ ആണ്. അതായത് ഈ ഒരു അപ്ഡേറ്റ് വഴി അങ്ങനത്തെ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ബുക്സ് ആപ്പിനകത്താണ്. അതായത് ആപ്പിളിൻ്റെ ബുക്സ് ആപ്പിനകത്ത് നിങ്ങൾ ആപ്പിൾ ബുക്സിനകത്ത് കൂടെയാണ് എന്തെങ്കിലും വായിക്കുന്നതെങ്കിൽ അതിനകത്ത് പുതിയൊരു സെക്ഷൻ വരുന്നുണ്ട്. അതായത് ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് ഗോൾസ് ആണ്. അതായത് നിങ്ങൾ എത്ര നേരം ഒരു ബുക്ക് വായിച്ചെന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ട്രാക്ക് തരുന്ന രീതിയാണ്. അതായത് നിങ്ങൾക്ക് എത്ര മിനിറ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു റീഡിംഗ് ഗോൾ ഉണ്ട്, 5 മിനിറ്റാണ് നിങ്ങൾ റീഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശിക്കുന്ന കാര്യമെങ്കിൽ ആ ഒരു കാര്യം ഇവരോട് ട്രാക്ക് ചെയ്യും. അതായത് അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണിക്കും. അപ്പോൾ അതാണ് അടുത്ത വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതും ഇത് ആപ്പിൾ ബുക്സ് ആപ്പിനകത്താണ്. പിന്നെ അടുത്ത ഫീച്ചർ അത്യാവശ്യം നല്ലൊരെണ്ണമാണ്. അതായത് നമ്മുടെ കൂടെ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. നമ്മുടെ ട്രാക്കിംഗ് ഡിവൈസ് അല്ലാതെങ്കിൽ, അതായത് ഒരു എയർ ടാഗ് കണക്കൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സിസ്റ്റം സെൻറ്റഡ് ആയിട്ട് കാണിക്കാൻ പോണ രീതിയാണ് വരാൻ പോകുന്നത്. അതും ഇതൊരു ക്രോസ് പ്ലാറ്റ്ഫോം രീതിയിലാണ് വരാൻ പോകുന്നത്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം തന്നെയാണ്. കാരണം ആപ്പിളും ഗൂഗിളും കൂടി ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇങ്ങനത്തെ ട്രാക്കിംഗ് ഡിവൈസ്, അതായത് എയർ ടാഗ് കണക്കുന്ന ഡിവൈസിനകത്ത് ആരെങ്കിലും ഒരാൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിക്കുന്ന രീതി, ഒരു ക്രോസ് പ്ലാറ്റ്ഫോം രീതി കാണിക്കുന്ന ഒരു ഓപ്ഷൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു അപ്ഡേറ്റിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഫൈൻ മൈക്കകത്താണ്. പക്ഷേ ആ ഒരു ഫീച്ചർ എനിക്ക് കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ US മാത്രമുള്ള ഒരു ഫീച്ചർ ആയിരിക്കും. അതായത് നിങ്ങൾ ഫൈൻ മൈക്കകത്ത് നിങ്ങൾക്ക് ഒരു ഡിവൈസ് ഉണ്ട്. ആ ഒരു ഡിവൈസ് സാധാരണ നമ്മളിപ്പം റിപ്പയർ ചെയ്യാൻ വേണ്ടി ആപ്പിളിലേക്ക് കൊടുക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു ഡിവൈസ് നമ്മൾ ഫൈൻ മൈന്ന് റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു റിപ്പയർ സ്റ്റേറ്റ് ഓപ്ഷനിലേക്ക് കയറ്റാൻ പറ്റും. ആ ഒരു ഓപ്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഫൈൻ മൈന്ന് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനെ റിപ്പയറിന് വിടാൻ പറ്റും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ എനിക്ക് ഫൈൻ മൈ കാണിക്കുന്നില്ല. ചിലപ്പോൾ ഇതൊരു US ഉള്ള ഫീച്ചർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും കാണിക്കാത്തത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ അപ്ഡേറ്റിനകത്ത് വന്നേക്കുന്ന പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഫീച്ചേഴ്സിനെക്കാട്ടിയും എല്ലാവർക്കും താല്പര്യം അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിനൊക്കെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട്, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഷ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് എൻ്റെ മെയിൻ ഫോണായ iPhone 15 പ്രോയ്ക്ക് അതാണ്. അപ്പോൾ അതിനകത്ത് ഈ ബീറ്റ വേർഷൻസിനകത്തൊന്നും അങ്ങനെ ഡിസ്പ്ലേ ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഓവർ ഹീറ്റിങ് കാര്യങ്ങളൊന്നും വന്നതുമില്ലായിരുന്നു. അതായത് ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഫൈനൽ ബിൽഡ് വന്നപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്ഡേറ്റിനകത്ത് ആ ഒരു കാര്യത്തിനകത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് എൻ്റെ ഡിവൈസിനകത്ത് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ പെർഫോമൻസ് നമ്മൾ ഗീക്ക് ബെഞ്ചൊക്കെ നോക്കാൻ നേരത്ത് പെർഫോമൻസിനകത്ത് ചെറുതായിട്ടൊരു സ്കോറിനകത്ത് ഒരു കുറവ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്കോർ വെച്ച് മാത്രം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഉപയോഗിച്ചാണ് നോക്കേണ്ടത്. അതും ഞാൻ ഇതിനകത്ത് ബീറ്റ വേർഷനെല്ലാം ടെസ്റ്റ് ചെയ്തതിനകത്ത് എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ iOS 17.4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൽ നിന്ന് വലിയ മോശമൊന്നുമല്ല iOS 17.5ൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഫ്രെയിം ഡ്രോപ്സ് കണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് അത് കാണാൻ പറ്റുന്നത് വെബ് ബ്രൗസിങ്ങിനകത്താണ്. അത്യാവശ്യം ഹെവിയായ ഒരു വെബ് പേജ് ആണെങ്കിൽ അതിനകത്ത് ചെറുതായിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിം ഡ്രോപ്പ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതല്ലാതെ വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. പ്രത്യേകിച്ചും ഓവർ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം ഈ ഒരു അപ്ഡേറ്റിനകത്ത് കണ്ടിട്ടില്ലായിരുന്നു. അത് ഒരു ബീറ്റ വേർഷനിലും കണ്ടിട്ടില്ലായിരുന്നു. അത് നല്ലൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോൺ അധികമായി ചൂടാവുന്നൊരു കാര്യം വന്നിട്ടില്ലായിരുന്നു. പിന്നെ വൈഫൈ കണക്ടിവിറ്റിയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെയും കാര്യം പറയുവാണെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിനൊക്കെ തന്നെ മൊബൈൽ നെറ്റ്വർക്കിനകത്തും എനിക്ക് നെറ്റ്വർക്ക് ഡ്രോപ്പും കാര്യങ്ങളൊന്നും വന്നതുമില്ലായിരുന്നു. പിന്നെ ബാറ്ററി ബാക്കപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് മുമ്പേ എങ്ങനെയായിരുന്നു, അതായത് iOS 17.4 എങ്ങനെയായിരുന്നു എനിക്ക് അതേ കണക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അതായത് ബാറ്ററി പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്ന കാര്യമൊന്നുമില്ല. ഒരു നോർമൽ സ്ക്രീൻ ഓൺ ടൈം രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു 5 മണിക്കൂർ തൊട്ട് ഒരു 5.5 മണിക്കൂർ റേഞ്ചിലൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോഡറേറ്റ് യൂസ് ആണെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അധികം തിരക്കേടില്ലാത്തൊരു അപ്ഡേറ്റ് ആണ് iOS 17.5 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. പിന്നെ പെർഫോമൻസും ബാറ്ററി ബാക്കപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തൊന്നും ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഭയങ്കര മോശമാവുന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കേടില്ലാത്ത അത്യാവശ്യം സ്റ്റേബിളായ ഒരു അപ്ഡേറ്റ് ആണ് iOS 17.5 എന്ന് പറയുന്നത്. അതും ഞാൻ ഈ അപ്ഡേറ്റിനെ കാട്ടിയും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് iOS 18 അപ്ഡേറ്റ് ആണ്. അതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. അത് ആ അപ്ഡേറ്റിൻ്റെ ബീറ്റ വേർഷൻ ബീറ്റ 1 എന്ന് പറയുന്നത് ഡെവലപ്പർ ബീറ്റ വേർഷൻ 1 എന്ന് പറയുന്നത് ഈ ജൂണിൽ തന്നെ നമുക്ക് കിട്ടും. അത് ആ ഒരു വീഡിയോ ആ ഒരു സമയം എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ മിസ് ആവുണ്ടെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.